ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ന് സെലറ്റിക് ക്രോസ് റീഡിംഗ് ആണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഇപ്പോഴുള്ള റൂട്ട് ഇഷ്യൂ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരും. അത് റിലേഷനുമായി ബന്ധപ്പെട്ട്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് എൻ്റെ വ്യൂസ് ഞാൻ കാർഡ്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത്, കാരണം 10 കാർഡ്സ് ഇവിടെ നിരത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ടൈം പോകുന്നത് കൊണ്ട് കാർഡ് നിരത്തിയതിന് ശേഷമായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഓക്കെ, ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന കാർഡ്സ് ഇതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ എന്താണ് എന്ന് ചോദിച്ചതിൽ ആദ്യം വന്നിരിക്കുന്നത് ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഓക്കെ, നിങ്ങൾക്ക് പ്രതികൂലമായി, നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. പരാജയങ്ങളാണ് നിങ്ങൾക്ക് നേരിടുന്നത്. ഓക്കെ, നിങ്ങളുടെ പരാജയത്തിന് കാരണം എന്ന് പറയുന്നത് ചില വ്യക്തികളുടെ ഇടപെടലുകളാണ്. മാനസിക ബലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പരാജയത്തിന് കാരണം. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ചില വ്യക്തികൾ, ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന വ്യക്തികളുടെ ഇടപെടലുകൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചതായി കാണുന്നു. ഓക്കെ, അതുപോലെ തന്നെ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഈ നിലവിൽ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഇടപെട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില വ്യക്തികളുടെ ഭാഗത്തു നിന്നും അവരുടെ ഇടയിലുണ്ടായിരുന്ന അവരുടെ വിട്ടുപോക്ക്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ കടന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതായി കാണുന്നു. അപ്പം സാമ്പത്തികമായും ഇമോഷണൽ പരമായിട്ടും സാഹചര്യത്തെ മോശമാക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ റൂട്ട് ഇഷ്യൂ ആയിട്ട് ഇവിടെ കാണുന്നത്. അപ്പം ഇത് റെസനേറ്റ് ആകുന്നവർ മാത്രം തുടർന്ന് കാണുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ തേർഡ് പാർട്ടി വന്ന് നിങ്ങൾ രണ്ടാക്കിയിരിക്കുന്ന ഒരു എനർജി. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ സാഹചര്യം നിങ്ങൾക്ക് വളരെ മോശമായിരിക്കുന്നു എന്നുള്ളത്. വിദേശത്ത് ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ ജോലി ആയിരിക്കാം, സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ പണം ലഭിക്കാനുള്ളതായിരിക്കാം. അത് നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതൊരു പക്ഷേ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില പേർപ്പസ് വർക്കുമായിരിക്കാനുള്ള സാധ്യത ഇവിടെ കൂടുതലായി കാണുന്നു. അതിന് കാരണം ഇത് നോർമലി ബ്ലോക്കേജ് വന്നിരിക്കുന്നതല്ല, ചില വ്യക്തികളുടെ ഇടപെടലാണ് നിങ്ങൾക്ക് ഇത്രയും പ്രോബ്ലം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് യൂണിവേഴ്സിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു എനർജി അല്ല, ചില വ്യക്തികൾ കൃത്രിമമായി ഉണ്ടാക്കി ഒരു കർമ്മയായിട്ട് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതിന് കാരണം എന്ത് എന്നുള്ള കാർഡ്സിന് വന്നിരിക്കുന്നത് ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ചില കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇതിന് കാരണം എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. പക്ഷെ ഇപ്പോൾ ഇത് അവസാനിച്ചു എങ്കിലും നിങ്ങൾ വിചാരിക്കരുത് ഇത് നിങ്ങളുടെ അവസാനമാണ്, ആ ഒരു കാര്യത്തിന് ലൈഫില്ല എന്ന് വിചാരിക്കരുത്. അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഇവിടെ 6 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സക്സസ്, നിങ്ങളുടെ ഗ്രോത്ത് കണ്ടിട്ട് ഒരുപാട് അസൂയ തോന്നി, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾക്ക് അസൂയ തോന്നി. നിങ്ങളുടെ വിജയമായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ചിലപ്പോൾ പക്ഷേ നിങ്ങളുടെ വിവാഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് ഇതൊക്കെ കണ്ട് മറ്റു കൂടെയുള്ള വ്യക്തികൾക്ക് നിങ്ങളോട് ഒരു ജലസ് ഫീൽ ഉണ്ടായി. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് ചില കാർമിക് സിറ്റുവേഷനെ കൊണ്ടുവന്നത്. ഓക്കെ, ഈ റീസെൻ്റ് പാസ്റ്റിൽ ഇപ്പോൾ അടുത്തായിട്ട് നടന്നു പോയ കാര്യം എന്താണ്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. അടുത്തായിട്ട് നടന്നു പോയ കാര്യം എന്താണ്? 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഫ്രീഡമായിട്ട് ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു. അത് കുടുംബ ബന്ധത്തിലായിരിക്കാം, സാമ്പത്തിക കാര്യങ്ങളിലായിരിക്കാം നിങ്ങൾക്ക് കൂടുതൽ നഷ്ടങ്ങൾ സംഭവിച്ചത്. ഓക്കെ, വളരെ നിന്നിരുന്ന ചില സിറ്റുവേഷനിലേക്ക് അന്ധകാരം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇമോഷണലായിട്ട്
സാമ്പത്തികമായിട്ടുള്ള ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു ഡാർക്ക് എനർജിയിലേക്ക് കടന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. കുടുംബപരമായി ചില വ്യക്തികൾക്ക് ഒരുപാട് എക്സ്പെൻസ് വന്നിരിക്കുന്നതായി കാണുന്നു. ഒരു പക്ഷേ ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഇടയിൽ കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ ഐക്യം റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫോ കുട്ടികളോ അല്ലെങ്കിൽ പേരൻസുമായിട്ട് ബന്ധപ്പെട്ട് ചില മാനസിക ബുദ്ധിമുട്ട് ഇവിടെ ഈ അടുത്ത സമയത്തായി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായി കാണുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ചില വ്യക്തികളെ ഇമോഷണൽ പരമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുന്നു. ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചില വിശ്വാസങ്ങളെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സാമ്പത്തിക നില ചരിഞ്ഞു പോയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. കാരണം ഇവിടെ പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. ആ പെൻഡിക്കിളാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചു ഇത് എനിക്ക് നല്ലൊരു ഗ്രോത്ത് ആണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി ആയിരിക്കാം, സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം. നിങ്ങൾക്കിവിടെ പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിൽ, ഒരു സൂര്യോദയത്തിൽ അത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങളുടെ ഭവിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പ്രസൻറ്റ് എന്താണ് എൻ്റെ വ്യൂസിൻ്റെ പ്രസൻറ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ആരൊക്കെയോ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ ഒരുപാട് സങ്കല്പിച്ച്, നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ചില ഗോളുകൾ ഉണ്ടായിരുന്നു, ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോയിരുന്ന ചില കാര്യങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ചില തേർഡ് പാർട്ടികൾ വന്നു ചേർന്നു. ഓക്കെ, അത് നിങ്ങളുടെ സാമ്പത്തിക നിലയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിലായിരിക്കാം, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം. അപ്രതീക്ഷിതമായിട്ട് ചില തേർഡ് പാർട്ടികൾ കടന്നു വന്നോ നിങ്ങൾക്ക് നീതി കിട്ടാതെ പോയിരിക്കുന്നു, നിങ്ങൾക്ക് കുറ്റം വിധിച്ചിരിക്കുന്നു. നല്ല ബെറ്ററായിട്ട് ഇരുന്ന ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നുപോയി. അത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കോളിനായിരിക്കാം, സ്നേഹത്തിനായിരിക്കാം, അല്ലെങ്കിൽ ജോലി ആയിരിക്കാം. മറ്റുള്ളവരുടെ അടുത്ത് പോയി എനിക്ക് ജോലി തരുമോ, അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കുമോ എന്നുള്ള രീതിയിൽ ഒരു യാചകരുടെ രൂപത്തിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തുന്നതിന് കാരണമായത് ഇവിടെ തേർഡ് പാർട്ടികളുടെ ഇടപെടലാണ്. ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന് നിങ്ങളെ ചീറ്റ് ചെയ്തതായി കാണുന്നു. മറ്റൊരാൾ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങൾ കുറ്റം ഏറ്റെടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാത്ത കുറ്റം നിങ്ങളെ ചുമത്തി നിങ്ങൾക്ക് നീതിയില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോയിരിക്കുന്ന ഒരു എനർജി കൂടി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, അടുത്ത നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ എംപററിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? എംപററിൻ്റെ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ, ഈ അടുത്ത് ഉണ്ടാകാൻ പോകുന്ന നിയർ ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ ദിവസം മാത്രമാണ് പ്രസൻറ്റ്, നാളെ എന്നുള്ളത് ഫ്യൂച്ചറാണ്. അപ്പം നാളെ മുതൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ചില അധികാരങ്ങൾ വന്നു ചേരാൻ പോകും. ഇവിടെ സ്ത്രീ ആയാലും പുരുഷനായാലും, ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ വലിയ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് നിങ്ങളുടെ അധികാരം, ഭാര്യ എന്നുള്ള അധികാരം അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നുള്ള അധികാരം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ മിസ്സായിരുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ജോലി സംബന്ധമായിട്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ സീറ്റ് തിരികെ കിട്ടുന്നു എന്നുള്ളതാണ്. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നാളായി കാത്തു നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ചില വ്യക്തികൾക്ക്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് പോരാടുന്നുവെങ്കിൽ, നിങ്ങളുടെ കുട്ടിയെ കാണുന്നതിന് വേണ്ടിയിട്ടോ കുട്ടികളുമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടോ നിയമപരമായിട്ടോ മറ്റോ നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കുറേ നാളായിട്ട് പോരാടുന്നത്, നിങ്ങൾക്ക് മിസ്സായിരിക്കുന്നത്, അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിജയിക്കാൻ പോകുന്നു, നിങ്ങൾ പോരാടിയ വിഷയത്തിന് മുകളിൽ നിങ്ങൾക്ക് വിജയം വന്നു ചേരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ലോങ് ടൈം ഫ്യൂച്ചറിൽ എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലോങ് ടൈം ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത് 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നീതി ലഭിക്കുന്നു, നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു. നിങ്ങളെ ചില വ്യക്തികൾ ചതിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും നിങ്ങൾക്ക് കാണാം, ഇവിടെയും കൂടെ നിന്ന് ചതിച്ചു, ഇവിടെയും കൂടെ നിന്ന് ചതിച്ചു. ഓക്കെ, ഈ ചതിച്ച വ്യക്തികളെല്ലാം കൂടെ നിന്ന് ജോലി സ്ഥലത്തായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ പിറകിൽ നിന്നും നിങ്ങളെ ഇതുപോലെ കുത്തി നിർത്തി നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്ന ചില സിറ്റുവേഷൻ നിങ്ങൾ
നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി ഒരു അന്ധകാരത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഡബിൾ എനർജിയുടെ സഹായത്തിൽ നിങ്ങൾ അന്ധകാരത്തിലാക്കി നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ, ലോങ് ടൈം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളെ ചതിച്ച വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും എന്നുള്ളതാണ്. അത് നിയമപരമായിട്ടാണെങ്കിലും ശരി തന്നെ, ദൈവികമായിട്ടാണെങ്കിലും ശരി തന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും എന്നുള്ള ഒരു എനർജി ഇവിടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സണ്ണ് തിരികെ വരും, അവരുടെ മുമ്പിൽ തന്നെ നിങ്ങൾ വിജയിച്ച് നിൽക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ കാണുന്നത് ഫൂളിൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും അത് വിഡ്ഢിത്തരങ്ങളിലേക്ക് ചെന്ന് വീണു പോകുന്നു, നിങ്ങളൊരു കുഴിയിലേക്ക് വീണു പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്ന് ചേരുന്നത്. നിങ്ങൾക്ക് ആരും ഒരു വാല്യൂവും തരുന്നില്ല, നിങ്ങളെ സീറോയാക്കി എണ്ണി മാറ്റി നിർത്തുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി എത്രയൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്നാലും, മറ്റുള്ളവർക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിരുന്നാലും നിങ്ങളെ ഒരു ഫൂളാക്കി മാത്രമാണ് നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളെ കാണുന്നത്. ഓക്കെ, ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഓക്കെ, അത് കാരണം നിങ്ങൾക്ക് പരാജയവും മാനസികമായിട്ടുള്ള വിഷമങ്ങൾ മാത്രമാണ് ഉള്ളത്. എത്രയൊക്കെ ശ്രമിച്ചിരുന്നാലും നേരെ പോകണമെന്ന് ചിന്തിച്ച് നിങ്ങൾ ചെയ്യുമ്പോഴും, എൻ്റെ കാര്യം നോക്കി എനിക്ക് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുമ്പോഴും നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ വിഷമങ്ങളിലും അവരുടെ കാര്യങ്ങളിലേക്കും നിങ്ങൾ ഇടപെട്ട് പോയിട്ട് അത് നിങ്ങൾക്ക് മെനയായി മാറുന്ന ഒരു എനർജി എപ്പോഴും ഫൂളായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങളെ മാനസികമായ ഒരുപാട് തകർച്ചകൾ, നഷ്ടങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ആവശ്യമില്ലാത്ത ആൾക്കാർ ലൈഫിലേക്ക് കൊണ്ടുവരിക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക, അങ്ങനെയുള്ളതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തികളെയും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്, സാമ്പത്തികവും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്, ജോലി സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും, അഭിമാനക്ഷയം വരെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, അതാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ച് നിങ്ങൾക്ക് ഫൂളായി മാറിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങൾ മറ്റുള്ളവരെ അവരെ തോളിലേറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. എന്നാൽ അവർ പോലും നിങ്ങളെ കുഴിയിലേക്ക് തള്ളിയിടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒരിക്കലും കൂടെയുള്ള വ്യക്തിയെ ഉപേക്ഷിച്ച് കളയാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. നിങ്ങളുടെ ആത്മാർത്ഥത മറ്റുള്ളവർ മുതലെടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തിലാണോ ഇടപെടുന്നത് ആ വ്യക്തികൾ, നിങ്ങൾ ആരെയാണോ സഹായിക്കാൻ മുന്നിട്ട് ഇറങ്ങുന്നത് ആ വ്യക്തികൾ നിങ്ങളെ ഒരു ഫൂളാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സർവ്വതും നശിപ്പിച്ചുകൊണ്ട് നിങ്ങളെ കുഴിയിൽ തള്ളിയിടുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. പേഴ്സണൽ ലൈഫ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സറൗണ്ടിങ് എനർജി എന്താണ് എന്നുള്ളത്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഇവിടെ സറൗണ്ടിങ് എനർജി ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മാനസികമായും തളർന്നു പോയ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ മാനസിക ബലം ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒന്നിനും മനസ്സിലായില്ല, സർവ്വകാര്യങ്ങളും ബാലൻസ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ആക്ഷൻ എടുക്കാനുള്ള കഴിവുണ്ടെങ്കിലും നിങ്ങൾ അതിനെ മുതിരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ സർവ്വതും ഇഗ്നോർ ചെയ്യുന്നു. സർവ്വതും നിങ്ങളിൽ നിന്ന് വിട്ടുപോയപ്പോൾ നിങ്ങൾ മാനസികമായും തകർന്നു, ശാരീരികമായും തളർന്നു, നിങ്ങൾ പരാജയം നിങ്ങൾ സ്വയം ഏറ്റിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ സറൗണ്ടിങ് എനർജി എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് എനർജിയാണ് ഇവിടെ കാണുന്നത്. ചില ബ്ലാക്ക് എനർജികൾ, ചില ഡെവിൾ എനർജികൾ നിങ്ങളെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടാതിരിക്കുന്നതിന്, ജോലിയെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇവിടെ ബ്ലാക്ക് എനർജി ഉള്ളതായി കാണുന്നു. നിങ്ങളുടെ പേഴ്സണുമായിട്ട്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഇവിടെ ബ്ലാക്ക് എനർജിയെ കാണുന്നുണ്ട്. നിങ്ങളുടെ മാനസിക നിലയെ കെട്ടി നിർത്തിയിരിക്കുന്നത് ചില ബ്ലാക്ക് എനർജികളാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കും നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നതിന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവനും ബ്ലാക്ക് എനർജിയാണ്. നിങ്ങൾ സാമ്പത്തികം നഷ്ടപ്പെടുന്നതിന്, നിങ്ങൾ ചില സ്ഥലങ്ങളിൽ നിന്ന് വിട്ടിറങ്ങുന്നതിന് ഇവിടെ ബ്ലാക്ക് എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സറൗണ്ടിങ് എനർജി ഇവിടെ ഒരു ബ്ലാക്ക് എനർജിയാണ്. മറ്റ് ചില വ്യക്തികൾക്ക് ഇത് ഒരു ശനിയുടെ ദോഷമായിട്ടാണ് ഇവിടെ കാണുന്നത്. 8 നമ്പർ ശനിയുടെ ദോഷമാണ്. നിങ്ങൾ ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ശനിയുടെ അപഹാരമാണ് ഇപ്പോൾ നിങ്ങളെ കെട്ടി നിർത്തിയിരിക്കുന്നതായി കാണുന്നത്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങളുടെ സറൗണ്ടിങ് എനർജിയിൽ ചെറിയ രീതിയിൽ ബ്ലാക്ക് എനർജി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഒരു നെഗറ്റിവിറ്റീസ്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഇടപെട്ടതായി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രതിസന്ധി ഏതാണ് എന്നുള്ളതും നിങ്ങളുടെ ഭയം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് വന്നിരിക്കുന്ന കാർഡ്സാണ് ഇത്. ഇവിടെ പ്രതിസന്ധിയിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക കാര്യവും, ഭയത്തിൽ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യവുമാണ് വന്നിരിക്കുന്നത്.
നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില വ്യക്തികൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നിങ്ങൾ ഭയക്കുന്നു. എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്ക്. ഓക്കെ, നിങ്ങളുടെ നിങ്ങളുണ്ടായിരുന്ന ഗ്രോത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ഇവിടെ ചില കോടതി കേസുകളെ കാണുന്നു. ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ ഫാമിലി നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം ചില വ്യക്തികളിൽ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, മറ്റു ചില വ്യക്തികൾക്ക് ഇവിടെ ജോലിപരമായിട്ടും അല്ലെങ്കിൽ ഗ്രോത്ത് പരമായിട്ടും ഉള്ള ബിസിനസ് പരമായിട്ടുള്ള ചില കാര്യങ്ങൾ നഷ്ടങ്ങളിലേക്ക് വീണു പോകുമോ എന്നുള്ള ഒരു ഭയം ഇവിടെ കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പ്ലാനുകളെല്ലാം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ എടുക്കുന്നതായി കാണുന്നു. സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിന്, സാമ്പത്തിക നില ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ജോലിയിലേക്ക് ചെല്ലുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റേബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് നിങ്ങൾ ഒരുപാട് ചലഞ്ച് ഏറ്റെടുക്കുന്നതായി കാണുന്നു. അപ്പോൾ അതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഡ്രീമിലേക്ക്, നിങ്ങളുടെ പാഷനിലേക്ക് ചെന്ന് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ചലഞ്ച് എടുക്കുന്നുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഫാമിലിയുമായി ബന്ധപ്പെട്ടോ, നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയവും നിങ്ങൾക്ക് ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ഭയപ്പെടുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ. യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? നിങ്ങളുടെ ലൈഫ് ലെസണിൽ യൂണിവേഴ്സ് നൽകുന്നത് എന്താണ്? പ്ലീസ് കേൾക്കുമ്പോൾ മാത്രം യൂണിവേഴ്സ് ലൈഫ് ലെസൺ. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നു ഒരു സ്റ്റക്നെസ്സും അവസാനമല്ല എന്നുള്ളതാണ്. ഓക്കെ, ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് നല്ലതിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്താണ് എന്ന് നമുക്ക് വിലയിരുത്തിയിട്ട് മുന്നോട്ട് പോകാം. നമ്മുടെ വഴികളിൽ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഒരു മുൻധാരണയില്ലാതെ മുന്നോട്ട് പോകുന്നതിന് പകരം ജീവിതത്തിൽ ഇടയ്ക്കെങ്കിലുമൊക്കെ ചില സ്റ്റക്നെസ് വരുന്നത് നല്ലതാണ്. എത്രയാണ് നടന്നത്, ഇനി എത്ര മുന്നോട്ട് നടക്കണമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഒരു സ്റ്റക്നെസ് വരുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് പോലെ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ചില സ്റ്റക്നെസ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങൾക്ക് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിലേക്ക് സർവ്വതും എത്രയാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, എന്താണോ നിങ്ങൾക്ക് സ്റ്റക്കായിരിക്കുന്നത്, അതിൻ്റെ ഇരട്ടി യൂണിവേഴ്സ് നിങ്ങൾക്ക് നേടിയെടുക്കും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു മുൻധാരണയില്ലാതെ പോയി കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഏറ്റക്കുറച്ചിലുകൾ വന്നതെന്ന് ഇടയ്ക്ക് നമുക്ക് ഒരു എക്സാം വരുന്നത് പോലെ, നമ്മൾ ഒരു വർഷം പഠിക്കുമ്പോൾ ആ പഠിത്തത്തിൽ വരുന്ന ഒരു എക്സാം പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണ ഘട്ടമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിന്നും നിങ്ങൾക്കൊരു വിജയം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ധൈര്യമായിട്ടിരിക്കുക, ഒരിക്കലും മനസ്സ് തളർന്നു പോകാതിരിക്കുക. തളർന്ന മനസ്സുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്കൊരു ജീവിതമാണുള്ളത്. നമുക്ക് ഈ ഒരു ദിവസം എങ്ങനെയും നമുക്ക് ഏറ്റവും മനോഹരമായി ജീവിച്ച് തീർക്കാം. നാളെ എന്നുള്ളത് നമുക്കില്ല. അപ്പോൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. ഈ ദിവസത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി ഈ ഒരു മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നുള്ളതിൽ ചിന്തിച്ച് ദിവസത്തെ തള്ളി മാറ്റാതെ, ഇന്നത്തെ ദിവസം നിങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളിനി എത്ര വർഷം കാത്തിരുന്നാലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ ചിന്തിക്കുക. അപ്പം നമ്മുടെ മുമ്പിലുള്ള ഒരു സ്റ്റെപ്പ്, ആ സ്റ്റെപ്പ് നിങ്ങൾ വയ്ക്കുക. നമുക്ക് മുന്നോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരുപാട് കൂരിരുട്ടായിരിക്കും, നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷേ നമുക്ക് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമുക്ക് ഒരു ചെറിയ നേരിയ വെട്ടത്തിലെങ്കിലും ഒരു സ്റ്റെപ്പ് നമുക്ക് വെക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ള ആ ഒരു ചെറിയ നേരിയ വെട്ടം. നിങ്ങൾ അതിലേക്ക് സന്തോഷത്തോടു കൂടി ഒരു കാല് വെക്കുമെങ്കിൽ അടുത്തടുത്ത് പിന്നും നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് തെളിഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഒരു മാസം 2 മാസമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.